പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസമാണ്. പക്ഷേ നമ്മൾ തലേ ദിവസത്തെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം ലോകകപ്പാവേശം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 12:30 കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പോഴേക്കും ഒരു ഏകദേശ സമയമായി. അതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് കണ്ണൊന്നും നേരെ തുറന്നിട്ടില്ല എന്ന് വേണം തന്നെ പറയാം. പക്ഷേ ലോകകപ്പാവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അത് എങ്ങനെയായിരിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം? ആതിഥേയരായ മെക്സിക്കോയുടെ മിന്നും ജയമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 2-0 ആധികാരിക ജയം. മെക്സിക്കോ അനായാസമാണ് ജയിച്ചു കയറിയത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് തന്നെ മെക്സിക്കോയ്ക്ക് ആധിപത്യം പുലർത്താൻ കഴിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, അല്ലെങ്കിൽ ലോകത്തിനൊരു ആശ്വാസം ഉണ്ടായ കാര്യം, ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായോ എന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമൊന്നും ഉണ്ടായില്ല. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നത് ഒരു ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയാകുന്നൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. കരാറിൽ ഒപ്പിടുമെന്ന് ട്രംപ് പറയുന്നു, ധാരണയിൽ എത്തിയില്ലെന്ന് ഇറാനും പറയുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീണ വിജയൻ ഇന്ന് ഹാജരാകേണ്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് ഇഡിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇഡി സമൻസ് ഇന്ന് ഒന്നുകൂടി വീണ ടിക്ക് അയക്കും. CMR ലെക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് തന്നെ പോകാം. ലോകകപ്പിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്ക എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്ത്. ദക്ഷിണ കൊറിയ ഷെക്കിയ പോരാട്ടം അല്പസമയത്തിനകം. നിപ ഷിഗല്ല ഭീതിയിൽ സംസ്ഥാനം. കോഴിക്കോട് രോഗം ബാധിച്ച 43-കാരന്റെ നില അതീവ ഗുരുതരാവസ്ഥയായി തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ 77 പേർ. വയനാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. CMR ലെക്സാലോജിക് ഇടപാടിൽ ടി വീണയ്ക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കും. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ ഹാജരാകില്ല. രേഖകൾ ഇഡിക്ക് മുന്നിൽ സമർപ്പിക്കും. ഇറാനുമായി ധാരണയിലെത്താൻ അമേരിക്ക. കരാർ ഉടൻ ഒപ്പിടുമെന്ന് ട്രംപ്. അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ഇറാൻ. ഇന്ത്യൻ നാവികരെ അമേരിക്ക കൊലപ്പെടുത്തിയതിൽ ദുഃഖമറിയിച്ച് ഇറാൻ. ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡ് വിവാദം ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കും. 2 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയതിനു പിന്നാലെ പുതിയ ബെഞ്ച്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉച്ചയ്ക്ക് പ്രത്യേക വിമാനത്തിൽ മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. തുടർന്ന് റോഡ് മാർഗം കൊല്ലൂരിലേക്ക് 3 മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രത്യേക പ്രാർത്ഥന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആദ്യം തന്നെ ലോകകപ്പ് വാർത്തയിലേക്ക് പോകണം. കാരണം ലോകം ഉറ്റുനോക്കുകയാണ്. ഈ ടൂർണമെന്റിന് വേണ്ടി 4 വർഷം മാത്രമായിട്ട് ഒരിക്കൽ സംഭവിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ തുടക്കം ഇന്നലെ മെക്സിക്കോയിൽ വെച്ച് നടന്നു. ആതിഥേയരായ മെക്സിക്കോ 14ാം റാങ്കുകാർ 60ാം റാങ്കുകാരായ സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, ഒരു 1 സൈഡഡ് ഗെയിമായിട്ട് തന്നെയാണ് തോന്നിയത്. 2-0 മെക്സിക്കോയുടെ ആധികാരികമായ ജയം എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ 2 ഗോളുകൾക്ക് എതിരില്ലാതെ ജയിച്ചു കയറി. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് കൂടി കണ്ടു. അതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ റെഡ് കാർഡ് നൽകുന്നത് എന്നുള്ള സവിശേഷമുണ്ട്. അതും 3 എണ്ണം കിട്ടി. ഫിഫ ലോകകപ്പ് ഡെസ്ക് ഉണ്ട്, എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട്. എൽദോ, 3 റെഡ് കാർഡുകൾ, അത് തന്നെ ചരിത്രത്തിൽ ആദ്യമാണ്. അതും ഫസ്റ്റ് മത്സരത്തിൽ തന്നെ 3 റെഡ് കാർഡ് കാണുന്നു. അതോടൊപ്പം തന്നെ 9ാമത്തെ മിനിറ്റിൽ ഗോള്, സെക്കൻഡ് ഹാഫിലും ഗോള്. മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം ആധിപത്യം തുടർന്നൊരു സാഹചര്യം. സൗത്ത് ആഫ്രിക്കൻ ഡിഫൻസിലെ പിഴവാണ് ആദ്യത്തെ ഗോളിലേക്കും കൊണ്ടെത്തിച്ചത്. എങ്ങനെ വിലയിരുത്തണം ആദ്യത്തെ മത്സരങ്ങൾ? 80,000-ഓളം കാണികളും ഉണ്ടായിരുന്നു. എത്രമാത്രം ആവേശം ഉണ്ടായിരുന്നു?
ഒരു ആക്ഷൻ ത്രില്ലറിന് സമാനമായിരുന്നു ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എത്രമാത്രം ഗംഭീരമാകാൻ കഴിയുമോ ഒരു ഉദ്ഘാടന മത്സരത്തിന്, അത് ആതിഥേയരുടെ മുന്നിൽ അത്തരത്തിൽ തന്നെ അത് ആധികാരികമാക്കി മെക്സിക്കോ. നമുക്കറിയാം ഫിഫ റാങ്കിങ്ങിൽ 14-ാം സ്ഥാനക്കാരാണ് മെക്സിക്കോ, മറിച്ച് ദക്ഷിണാഫ്രിക്കയാവട്ടെ ലോക റാങ്കിങ്ങിലെ 60-ാം സ്ഥാനക്കാരും. ആ വ്യത്യാസം ആ മത്സരത്തിൽ ഉടനീളം പ്രകടമായിരുന്നു. ഈ ആവേശത്തിന്റെ ആദ്യ വെടി പൊട്ടിക്കാൻ മെക്സിക്കോയ്ക്ക് 9-ാം മിനിറ്റിൽ തന്നെ കഴിഞ്ഞു. അസ്ടെക്ക സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ കാണികളുണ്ടായിരുന്നു ഉദ്ഘാടന മത്സരം കാണാൻ. ആ ഉദ്ഘാടന മത്സരത്തിന്റെ ആദ്യ വേദിയിൽ തന്നെ 9-ാം മിനിറ്റിൽ മെക്സിക്കോ ആദ്യ ഗോൾ സ്വന്തമാക്കി. യൂലിയൻ ക്യുനോണസ് ആണ് മെക്സിക്കോയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ആ സ്റ്റേഡിയത്തെ ഇരമ്പിയാർക്കും വിധത്തിൽ, അല്ലെങ്കിൽ മെക്സിക്കൻ തിരമാലകൾ ആർത്തുലയ്ക്കും വിധത്തിൽ ആദ്യ ഗോൾ നേടുന്നത്. പിന്നെ രണ്ടാമത്തെ ഗോളിലേക്ക് എത്തുന്നത് 67-ാം മിനിറ്റിലാണ്. റൗൾ ഹിമെനസ്, നമുക്കറിയാം റൗൾ ഹിമെനസ് ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ തന്റെ ജീവിതത്തോട് മല്ലടിച്ച് വലിയൊരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന ആളാണ് ഹിമെനസ്. അങ്ങനെ മെക്സിക്കോയ്ക്ക് രണ്ടാമത്തെ ഗോൾ നൽകി ആ ആധികാരികത അല്ലെങ്കിൽ ജയം ഉറപ്പാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചു. ഈ മത്സരത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക മെക്സിക്കോയുടെ 2-0 എന്നുള്ള ജയം കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആദ്യ മത്സരം എന്നുള്ളത് കൊണ്ടായിരിക്കില്ല. 3 റെഡ് കാർഡുകൾ കണ്ട ഒരു പോരാട്ടം എന്നുള്ളത് കൊണ്ട് ആവാനാണ് സാധ്യത. കാരണം ഈ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റെഡ് കാർഡ് പുറത്തെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ലോകകപ്പ് നോക്കുകയാണെങ്കിൽ ഖത്തർ ലോകകപ്പ്, അത് മുഴുവൻ ടൂർണമെന്റിലും ആകെ 4 റെഡ് കാർഡുകൾ മാത്രമാണ് പിറന്നതെന്ന് ഓർക്കണം. അപ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 റെഡ് കാർഡ് റഫറി പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സൂചനയാണ്. ഒരു പക്ഷേ ഈ റഫറിമാർക്ക് ഫിഫ നൽകുന്ന കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമുണ്ട്. ഈ ബോഡി ടച്ച് അല്ലെങ്കിൽ ബോഡി കോണ്ടാക്ട് വരുന്ന ഫൗളുകൾ, അതിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള നിർദ്ദേശം റഫറിമാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആദ്യ മത്സരം തന്നെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 4 റെഡ് കാർഡ് കഴിഞ്ഞ ടൂർണമെന്റിൽ ആകെ ഉണ്ടായെങ്കിൽ ഇന്നിതാ ഈ ഖത്തർ ലോകകപ്പിന് 4 റെഡ് കാർഡാണ് ആകെ ഉണ്ടായതെങ്കിൽ ഇപ്പോഴിതാ മെക്സിക്കോയിൽ വെച്ച് തന്നെ 3 റെഡ് കാർഡുകൾ ആദ്യ മത്സരത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. 49-ാം മിനിറ്റിൽ ആദ്യത്തെ റെഡ് കാർഡ് ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റെഫലോ സിത്തോലയ്ക്ക് ലഭിക്കുകയാണ്. അതിനുശേഷം 80-ാം മിനിറ്റിൽ മെക്സിക്കൻ താരത്തെ ഫൗൾ ചെയ്തതിന് തെമ്പാസോയ്ക്ക് വീണ്ടും ദക്ഷിണാഫ്രിക്കൻ താരം റെഡ് കാർഡ് കാണുന്നു. അങ്ങനെ അവർ 9 പേരെ ചുരുങ്ങുകയാണ്. ഇതിനിടയിലാണ് മെക്സിക്കോയ്ക്കും റെഡ് കാർഡ് നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 3 റെഡ് കാർഡുകളുമായി ആദ്യ മത്സരം അന്ന് ഒന്ന് ചുവപ്പണിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നാൽ മെക്സിക്കോ ആധികാരിക ജയത്തോടുകൂടി തുടക്കമിട്ടിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക എന്ന അവരെ സംബന്ധിച്ച ഒരു കുഞ്ഞൻ ടീമാണ്. ഇനി തൊട്ട് ഉടൻ തന്നെയും 7:30 ഇന്ത്യൻ സമയം ചെക്ക് റിപ്പബ്ലിക്കും ഒപ്പം ദക്ഷിണ കൊറിയയും ഏറ്റുമുട്ടുകയാണ്. നമുക്കറിയാവുന്ന പോലെ ദക്ഷിണ കൊറിയയുടെ സൂപ്പർ താരം അല്ലെങ്കിൽ ഏഷ്യയുടെ തന്നെ ഇതിഹാസ താരം മിന്റെ ഏറ്റവും അവസാനത്തെ ലോകകപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ മത്സരവും ആവേശത്തോട് ഉറ്റുനോക്കണം. ഒരു വർണ്ണാഭമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളോടുകൂടിയായിരുന്നു അസ്ടെക്ക സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ലോകകപ്പിന് കിക്ക് ഓഫ് ആയത്. പ്രധാന ആകർഷണം അത് ഷക്കീറ തന്നെ. ഷക്കീറയുടെ ഡാഡയെ വെച്ച് തന്നെ ആ സ്റ്റേഡിയം ഇരമ്പിയാർക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി കണ്ടു. എന്നാണെങ്കിലും ലോകകപ്പിന് ആവേശ തുടക്കമാണ്. ആധികാരിക ജയം, ആദ്യ ജയം അത് മെക്സിക്കോയ്ക്ക്. ഹരി, എൽദോ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ റെഡ് കാർഡുമായി സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റാറ്റാണ്. കാരണം അത് പല പ്ലെയേഴ്സിനും കൊടുക്കുന്ന ഒരു നിർണായകമായ സൂചന കൂടിയാണ്. VAR സംവിധാനങ്ങൾ വരുന്നു, കൃത്യമായ റെഫറീസ് ട്രാക്ക് ചെയ്യുന്നു. ചെറിയ കോൺടാക്ട് ഉണ്ടെങ്കിൽ പോലും വിട്ടുവീഴ്ച നൽകുന്നില്ല റെഫറിമാർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നലത്തെ മത്സരത്തിലും കണ്ടത്. അതായത് ഹാർഷ് ഫൗൾസ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു, അതിന് യെല്ലോ കാർഡ് നൽകുന്നു. അതിന് കുറച്ചുകൂടി ഒരു ഘട്ടം പോവുകയാണെങ്കിൽ അത് റെഡ് കാർഡ്. അതിനകത്ത് വേറെ ഒരു മാറ്റവുമില്ല. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ 3 റെഡ് കാർഡ്സ് കാണുന്നത്. അതായത് ഒരു അയവില്ല, ഓൺഫീൽഡ് റെഫറീസിന് പോലും ഒരു അയവില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അവിടെ നിന്ന് കിട്ടുന്നു. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന കാര്യം. അതൊന്ന്. പിന്നെ കഴിഞ്ഞ മത്സരം മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക നമ്മൾ ഒന്നുകൂടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ, ഞാൻ ജസ്റ്റ് നോക്കുകയായിരുന്നു, ഇത് 16 ഷോട്ട്സ് ആണ് മെക്സിക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് 4 ഷോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓൺ ടാർഗറ്റ് അല്ല, മൊത്തത്തിൽ ഷോട്ട്സ് പറയാം. അതായത് മത്സരം പൂർണ്ണമായും മെക്സിക്കോയുടെ കയ്യിൽ. പിന്നെ മെക്സിക്കോ ആരാധകർ തന്നെയാണ് ചുറ്റും ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഗോളൊക്കെ അടിച്ചപ്പോഴേക്കും സ്റ്റേഡിയം കിടന്ന് കുലുങ്ങുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് നമ്മളൊരു ആവേശ പോരാട്ടമെന്ന് പറഞ്ഞാൽ പോലും ഒരു 1 സൈഡഡ് ഗെയിം തന്നെയായിരുന്നു. ഉറപ്പായിട്ടും ആധികാരിക ജയമാണ് മെക്സിക്കോ സ്വന്തമാക്കിയത്. കാരണം അതിലെ വ്യത്യാസം ഹരി ഈ റാങ്കിങ്ങിൽ പോലും പ്രകടമാണ്. 14-ാം സ്ഥാനക്കാരാണ് ലോക റാങ്കിങ്ങിൽ മെക്സിക്കോ. അപ്പോൾ 60-ാം സ്ഥാനക്കാരായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് അത് ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതൊരു 1 സൈഡഡ് മത്സരമാകാൻ സാധ്യതയുണ്ട് എന്ന് മത്സരത്തിന് മുൻപ് തന്നെ, ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഏറെക്കുറെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതായത് ഹരി സൂചിപ്പിച്ച പോലെ 61% ബോൾ പൊസിഷൻ അത് മെക്സിക്കോ സ്വന്തമാക്കി. 39% മാത്രമാണ്. മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ
നടത്തിയ, അതായത് റോൺമൻ വില്യംസ് നടത്തിയ ചില മിന്നും സേവുകളാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മത്സരത്തിലെ ഗോൾ പട്ടിക അത് 4, 5, 6 എത്തുമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. മെക്സിക്കോയുടെ ഗോൾ സ്കോറിംഗ് തടഞ്ഞു നിർത്തിയത് അവിടെ ദക്ഷിണാഫ്രിക്കയുടെ ഗോൾ കീപ്പറാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് മികച്ച ടോട്ടൽ ഷോട്ട്സ് 16-3. അവിടെയൊക്കെ ഡിഫറൻസ് വളരെ പ്രകടമാണ്. കൃത്യമായിട്ടും ആധികാരിക ജയം തന്നെ, അല്ലെങ്കിൽ ഒരു സമഗ്ര മേധാവിത്വം പുലർത്തിക്കൊണ്ട് തന്നെയാണ് മെക്സിക്കോ ഈ ലോകകപ്പിന് തുടക്കമിട്ടത് എന്നത് ശരി. പക്ഷേ ഇനിയുള്ള റൗണ്ടുകൾ വരുമ്പോൾ എത്രത്തോളം ഈ ആതിഥേയർക്ക് ഈ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി മറ്റൊന്ന് ഈ ഫൗളുകളുടെ കാര്യത്തിലാണ്. ഈ ഫൗളുകൾ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ റെഡ് കാർഡ് നൽകിയത്, അതിൽ ശ്രദ്ധേയം ഒരു 2 മഞ്ഞക്കാർഡ് നൽകി പുറത്തേക്കുള്ള മാർച്ചിങ് ഓർഡർ കൊടുക്കുകയായിരുന്നില്ല, ഡയറക്റ്റ് റെഡ് കാർഡാണ്. അപ്പോൾ അവിടെ വ്യക്തമാകുന്നത് ഇത് തന്നെയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷനാണ്, കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട് അവിടെ. ഈ ഇങ്ങനെ ഒരു ബോഡി ഫൗളിങ്, അല്ലെങ്കിൽ ബോഡി തൊട്ടുള്ള കളി വേണ്ട, ശരീരത്തെ വേദനിപ്പിച്ചിട്ടുള്ള ലോകകപ്പ് ആവേശം വേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ആദ്യ മത്സരത്തിൽ തന്നെ റഫറി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 2 മഞ്ഞക്കാർഡ് നൽകി അവിടെ 3ാമത് മാർച്ചിങ് ഓർഡർ നൽകുമ്പോൾ അവിടെ VAR നൽകാനുള്ള ഒരു സാഹചര്യം ഇത്തവണ ഫിഫ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഓർക്കണം. എന്താണെങ്കിലും ഇത്തവണ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റെഡ് കാർഡാണ്. അപ്പോൾ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ ലോകകപ്പിലെ എങ്ങനെയായിരിക്കണം ഒരു മാന്യമായിട്ടുള്ള കളി എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം അത് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ, ആദ്യ മത്സരത്തിൽ തന്നെ റഫറിയെ കൊണ്ട് ഫിഫ അത് കാട്ടുന്നു. മാതൃകയായി വേണം ഇനി ഫുട്ബോൾ കളത്തിലേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ ഈ 3 റെഡ് കാർഡ് കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റേ താരം അത് വ്യക്തമാണ്. എന്തായാലും എൽദോ സമഗ്രമായ വിശകലനവുമായിട്ട് ഇപ്പോൾ 7:45 കളിയുടെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക. 7:30 സൗത്ത് കൊറിയ ഷെക്കിയ മത്സരം. ഇത് ഗ്രൂപ്പ് എയിലെ പോരാട്ടമാണ്. മെക്സിക്കോ ഇന്നത്തെ മത്സരമൊക്കെ ആധികാരികമായിട്ട് ജയിച്ചു, പക്ഷേ ഇനി അങ്ങോട്ടുള്ള 2 മത്സരങ്ങളുണ്ട്. അതൊന്ന് സൗത്ത് കൊറിയയും ഷെക്കിയുമായിട്ടാണ്. എങ്ങനെയായിരിക്കും മെക്സിക്കോ പോരാട്ടം എന്നുള്ളതും കൂടി നോക്കി കാണണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സൈഡിലായിട്ട് സോഷ്യൽ മീഡിയ തിരിയാൻ പോകുന്നത് VAR സംവിധാനവും അല്ലെങ്കിൽ ഈ റെഡ് കാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. ഇത്രയും സ്ട്രിക്റ്റ് ആവണമോ റഫറിമാർ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ മറുവിഭാഗം സ്പിരിറ്റ് ഓഫ് ദ ഗെയിം ആണ്, ദേഹത്തോട്ടുള്ള കളി വേണ്ട എന്ന് വാദിക്കുന്നവരും ഉണ്ടാകും. എന്തായാലും ഗംഭീരമായ ഒരു തുടക്കമാണ് ഫിഫ ലോകകപ്പിന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നതും വ്യക്തമാണ്. ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ 7:45 എൽദോ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. എൽദോ ആണ് വിശദാംശങ്ങൾ നൽകി. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് കഴിയുന്ന ഫറൂഖ് സ്വദേശിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗലക്ഷണങ്ങൾ കാണിച്ചതു മുതൽ ഇയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കൂടുതലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടികയിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്ന കാര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ഉണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, 15 പേര് ഹോം ക്വാറന്റൈനിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റൂട്ട് മാപ്പിൽ 58ഓളം പേര് ആരോഗ്യ പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് തരണം ചെയ്യാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത്? ഹരി, ഏതാണ്ട് ഒരു സുരക്ഷിതമായ രീതിയിലായിരുന്നു ഇയാളുടെ സമ്പർക്ക പട്ടിക എന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം പറഞ്ഞത്. പ്രത്യേകിച്ചും ആശുപത്രികളിലാണ് കൂടുതലായും ഇദ്ദേഹം സന്ദർശനം നടത്തിയത്. അത് റെഡ് ക്രസൻറ്റ് ഹോസ്പിറ്റൽ, ഫറൂഖിലുള്ള റെഡ് ക്രസൻറ്റ് ഹോസ്പിറ്റലും മിംസ് ആശുപത്രിയിലുമാണ് ഇദ്ദേഹം കൂടുതലായി പോയിരിക്കുന്നത്. ഈ ആശുപത്രികളിൽ പോകുമ്പോൾ തന്നെ അവിടെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ആരോഗ്യ പ്രവർത്തകർ ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത്. അതായത് ഡോക്ടർമാരടക്കമുള്ളവർ പനി ബാധിച്ച് എത്തിയ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളോടുകൂടി എത്തിയ ഇദ്ദേഹത്തിനോട് കൂടുതൽ ഒരു PP കിറ്റ് പോലുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നിശ്ചിതമായ അകൽച്ച പാലിച്ച് തന്നെയാണ് ഇടപഴകിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 30 മുതലുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക, അതായത് എവിടെയൊക്കെ പോയി, ഏതൊക്കെ സമയത്ത് പോയി എന്നതടക്കമുള്ള വരുന്നത്. ഇതിൽ പ്രധാനമായും ഈ റെഡ് ക്രസൻറ്റ് എന്ന സ്വകാര്യ ഹോസ്പിറ്റൽ, ഈ ഫറൂഖ് ചുങ്കത്തുള്ള ആശുപത്രിയുണ്ട്. അതിനുശേഷം OP വെയിറ്റിംഗ് ഏരിയ, അവിടെ ഡോക്ടർ മുരളീധരനെ കണ്ടിരുന്നു 10 മുതൽ 10:30 വരെ. പിന്നീട് അവിടുന്ന് ലാബിൽ പോകുന്നു, ഡേ കെയർ വാർഡിൽ പോകുന്നു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നീട് 3-ാം തീയതി
പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, ഫറൂഖ് കോളേജിൻ്റെ അവിടുത്തെ, പിന്നെ സ്വന്തം വീടിനടുത്തേക്ക് പോകുന്നു, വീണ്ടും അത്തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള വീട്ടിലേക്ക് പോകുന്നു, ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ കൂടുതൽ സമയവും അത്തരം ഒരു ഇടപഴകലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പുറം മേഖലയിലേക്ക് കാര്യമായി പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ പോകുമ്പോൾ ആസ്റ്റർ മിംസിലെ OPയിൽ പോകുന്നു. അവിടെ നിന്നും ഈ CT സ്കാൻ എടുക്കാൻ പോകുന്നു, എക്കോ എടുക്കാൻ പോകുന്നു. അവിടുന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ആസ്റ്ററിൽ പോകുന്നു, അവിടുത്തെ ICUവിലടക്കം കടക്കുന്നു. അത്തരം ഉള്ള ഒരു മേഖലകളാണ് ഏറ്റവും കൂടുതലായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പുറം ലോകവുമായി അധികം സമ്പർക്കം ഈ അസുഖകാലത്ത് ചെലുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള 5 പേർ, അവരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിയത്. അവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്, ക്വാറന്റൈനിൽ കഴിയുന്നുവെന്ന് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അത് അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ഭാര്യ എന്നിവരാണ്. പക്ഷേ ഈ കാലയളവിലൊക്കെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾക്ക് രോഗമെത്തിയാൽ 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ കുട്ടികളടക്കമുള്ളവർ നിരീക്ഷണത്തിൽ കഴിയുന്നു. പക്ഷേ ഇദ്ദേഹവുമായി നേരിട്ട് സമ്പർക്കമുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിനടുത്തുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സമ്പർക്കം പുലർത്തിയ ആളുകൾ ഉള്ള അടുത്തോട് ചേർന്ന ഇടങ്ങളിലൊക്കെ ഒരു അടച്ചുപൂട്ടൽ, പണ്ടൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ പൂർണ്ണമായി ആ മേഖല അടച്ചുപൂട്ടുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു പ്രതിരോധ നടപടികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അടച്ചുപൂട്ടൽ നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഒപ്പം ഈ ആശുപത്രിയിലും മറ്റും സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കണം അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകുമ്പോഴും ഒരു പൂർണ്ണമായ ഒരു നിർബന്ധിത മാസ്ക് ധരിക്കണമെന്ന ഉത്തരവൊന്നും ഇറക്കിയിട്ടുമില്ല. അധികൃതർ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി വരികയാണ്. ഈ സമ്പർക്കം പുലർത്തിയവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന പരിശോധന വരുന്നു. ഈ ഡോക്ടർമാരടക്കമുള്ളവർ ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രോഗബാധിതനായ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. വ്യക്തമാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത്. രോഗബാധിതനായ വ്യക്തി 43-കാരൻ്റെ ആരോഗ്യനില ഇത്തിരി ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ നമ്മൾ നിപ്പയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഷിഗല്ലയുടെ കാര്യവും പറയേണ്ടതുണ്ട്. തലസ്ഥാനത്തേക്കും ഷിഗല്ല ബാധിച്ചിരിക്കുകയാണ്. 3 കുട്ടികൾക്കാണ് നിലവിൽ വന്നിരിക്കുന്നത് ഷിഗല്ല രോഗം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കൂടുതൽ ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ, തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതടക്കമുള്ള വ്യാപകമായി നടപ്പാക്കും. ജില്ലയിൽ നിലവിൽ 6 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധിതരുടെ ഉള്ളവരുമായി ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടെങ്കിൽ പോലും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, തലസ്ഥാനത്തേക്ക് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും ഇത് കൂടുതൽ വ്യാപനത്തിലേക്ക് സാധ്യതയുണ്ടെന്ന് വേണോ കണക്കാക്കാൻ? ഹരി, വ്യാപന സാധ്യത തള്ളിക്കളയാനാകില്ല. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 20 പേർക്കാണ് ഷിഗല്ല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 514 പേരെ രോഗലക്ഷണങ്ങളുമായി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയോ അവർ ചികിത്സ നടത്തുകയോ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നഗരത്തിൽ ചാക്കയിലാണ് ഷിഗല്ല ബാധ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുത്തൻതോപ്പ് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലും ഷിഗല്ല രോഗികളെ കണ്ടെത്തിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. തട്ടുകടകളിലും മറ്റും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. വെള്ളത്തിലൂടെ പകർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആഹാര സാധനങ്ങളിലൂടെയൊക്കെ പകരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ആരോഗ്യ വകുപ്പ്. നിലവിൽ ഇത്തരത്തിലൊരു തീവ്രമായ വ്യാപനത്തിന്റെ സാധ്യതയില്ലെങ്കിൽ പോലും ഈ മാസങ്ങളിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ, നടപടികൾ ഊർജിതമായി തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടി വേഗത്തിലാക്കുന്നുണ്ട്. മഴയാണ്, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെയുമൊക്കെ കുടിവെള്ളവും ഇതുമായി കലരാതിരിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും
വളരെ ഭീതിജനിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് തലസ്ഥാനത്തും ഉള്ളത്. നഗരത്തിൽ ചാക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും പരമാവധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനവും പ്രവർത്തനവും ഒക്കെ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രോഗബാധ തടയാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ബോധവത്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഹരി, യെസ്, വ്യക്തമാണ്. നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിൽ പോലും ഇത് കൂടുതൽ വ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. എന്തായാലും നിലവിൽ ആരോഗ്യനില, അതായത് തലസ്ഥാനത്ത് രോഗബാധയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഷിഗല്ല തലസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വയനാട്ടിലേക്കും കൂടെ പോകണം. ഷിഗല്ല വയനാട്ടിൽ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജില്ല മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ 9 കുട്ടികളാണ് പോസിറ്റീവായത് എന്നതുകൂടി പറയണം. നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ ജയരാജ് ചേരുന്നുണ്ട്. ജയരാജ്, 9 കുട്ടികൾക്കാണ് വയനാട് കോളിയാടി സ്കൂളിലെ 9 കുട്ടികൾക്കാണല്ലോ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ 20 പേർക്കോളം രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയനാട്ടിൽ എങ്ങനെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അവിടെ സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഹരി, ജില്ലയിൽ ഇപ്പോൾ 9 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലക്ഷണങ്ങൾ കാണിച്ച 21 സാമ്പിളുകൾ പരിശോധിച്ചതിനാലാണ് 9 പോസിറ്റീവ് കണ്ടത്. ഇതിലിനി 12 ഫലം കൂടി വരാനുണ്ട്. ഇന്ന് ഉച്ചയോടെ ഫലം ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ നമ്മൾ അറിയിച്ചത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 9 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് DMO അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ 514 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ കൂടി 10 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 45 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ 174 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് ഫീൽഡ് തല രോഗനിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതാണ്ട് 2227 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. അതുപോലെ തന്നെ ജില്ലയിലെ 1330 കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. 938 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിലെ എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് രോഗബാധിത പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും രോഗപ്രതിരോധ മാർഗങ്ങളെ കുറിച്ചുള്ള മൈക്ക് അനൗൺസ്മെന്റ്, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ, പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾ, ക്ലോറിനേഷൻ എന്നിവ നടത്തി വരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ ക്ലിനിക്കുകളും ഷിഗല്ല രോഗലക്ഷണങ്ങളുള്ള രോഗികൾ വന്നാൽ ജില്ലാ സർവൈലൻസ് യൂണിറ്റിൽ അറിയിക്കേണ്ടതാണെന്ന നിർദ്ദേശവുമുണ്ട്. ഷിഗല്ല രോഗലക്ഷണവുമായി വരുന്നവർക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് നൽകരുതെന്നും രോഗലക്ഷണങ്ങളുള്ളവരുടെ വിവരങ്ങൾ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിക്കുന്നതിനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഷിഗല്ല രോഗലക്ഷണം റിപ്പോർട്ട് ചെയ്ത സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികളെല്ലാവരും തന്നെ വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്നുണ്ടോ എന്നും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നും ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഷിഗല്ല കൺട്രോൾ സെല്ലിൽ നിന്നും കുട്ടികളുടെ വീടുകളിലേക്ക് ഫോൺ വിളിച്ച് ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കേണ്ടതാണെന്ന നിർദ്ദേശവുമുണ്ട്. കുട്ടികളിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് മുതിർന്നവരിലേക്ക് പകരുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പുതുതായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്ന നിർദ്ദേശവുമുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യക്തി ഭക്ഷണ പരിസര ശുചിത്വ കാര്യങ്ങളിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തരുതെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ കർശനമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രോഗലക്ഷണം ഇതുവരെ കൂടുതലും കുട്ടികളിലാണ് കണ്ടെത്തിയത്. ഇതുവരെ 4 മുതിർന്നവർക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളൂ. കൂടുതൽ പേരിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആരോഗ്യ വിഭാഗം നടത്തുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. സമഗ്രമായ റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്നും ജയരാജ് പത്തിയിട്ട് തന്നത്. നമ്മൾ കൊല്ലത്തേക്കും കൂടെ പോകണം. കാരണം ഈ ഷിഗല്ല ഇങ്ങനെ ഓരോ ജില്ലകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ജയരാജ് അവസാനം പറഞ്ഞെടുത്തു തന്നെ ഞാൻ തുടങ്ങാം. കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ രോഗബാധ കാണുന്നതെന്നും ലക്ഷണങ്ങൾ ഉള്ളതുമായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വയനാട്ടിൽ നിന്നുള്ള
കാര്യമാണ് ജയരാജ് പറഞ്ഞത്. പക്ഷെ കൊല്ലത്തേക്ക് വരുമ്പോഴും അതേ സാഹചര്യമാണ് നിൽക്കുന്നത്. 2 വിദ്യാർത്ഥികൾക്കാണ് കൊല്ലം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരവൂർ പാലത്തറ മേഖലയിൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിൽ വിശദാംശങ്ങൾ നൽകാൻ വിനീഷ് കൊട്ടാരക്കര ചെയ്യുന്നുണ്ട്. വിനീഷ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ സമ്പർക്ക പട്ടിക മനസ്സിലായിട്ടുണ്ടോ? ഇത് എവിടെ നിന്നാണ് ഈ ഉറവിടം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം എങ്ങനെയാണ്? കാരണം ഈ ഇമ്മ്യൂണിറ്റി പവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇതെന്നുള്ളത്. നമ്മൾ മറ്റ് 2 ജില്ലകളിലെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ ആരോഗ്യം തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയും അതാണോ സാഹചര്യം? തീർച്ചയായും ഹരി, അങ്ങനെ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതർ പരവൂർ പാലത്തറ മേഖലകളിലുള്ള വിദ്യാർത്ഥികളാണ്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നത്തെ രോഗികൾ ചികിത്സയ്ക്ക് ശേഷം അസുഖം ഭേദമായി തന്നെ വീടുകളിലേക്ക് മടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലവിൽ സാഹചര്യം കണക്കിലെടുത്ത്, അതായത് ഈ മഴക്കാലം ശക്തമായതോടെ പകർച്ചവ്യാധികളും അതിന്റെ പകർച്ചരോഗ വ്യാപന സാധ്യത ഉയർന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രത പാലിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശവുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുടലിലെ അണുബാധ മൂലമുള്ള വയറിളക്കവും ഛർദിയും ഇതിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നുള്ളതാണ്. ഈ കുട്ടികളിലും പ്രായമായവരിലുമാണ് ഈ രോഗം ഗുരുതരമാകാൻ സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ ഈ മലിനജലവും മലിനജലത്തിൽ തയ്യാറാക്കിയ ഭക്ഷണവും ആണ് ഈ ഒരു രോഗവ്യാപനത്തിന് കാരണമാകുന്നത്. എന്തായാലും ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായിട്ട് തന്നെയാണ് DMOയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹരി. യെസ്, വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്തെ വിശദാംശങ്ങൾ നൽകിയത്. ഈ ഷിഗല്ല രോഗബാധയുമായി ബന്ധപ്പെട്ട നമ്മൾ ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ എടുക്കുമ്പോൾ പോലും നിലവിൽ രോഗം ബാധിച്ചിരിക്കുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയും കൂടി ആണ്. അത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സമ്പർക്ക പട്ടിക, ഇതിൻ്റെ ഉറവിടം എങ്ങനെയാണെന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ ലഭിക്കുവാനുണ്ട്. പക്ഷേ ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യം, രോഗലക്ഷണങ്ങളുമായിട്ട് ആശുപത്രിയിൽ എത്തിയവർക്ക് നിലവിൽ അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. 3 ജില്ലകളിൽ നിന്നായിട്ട് ജയരാജ് ബത്തേരിയും VV അരുണും വിനീഷുമാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നിപ്പ കഴിഞ്ഞു, ഷിഗല്ല സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ ഇങ്ങനെയൊരു പടർന്നു പിടിക്കുന്ന രോഗാവസ്ഥ നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായി ജാഗ്രതയോടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകണം. അത് CMR ലെക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ EDയിൽ അവധി അപേക്ഷ നൽകാൻ CMR ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് CMRL MD SN ശശിധരൻ കർത്തയ്ക്കടക്കം നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉടൻ അവധി അപേക്ഷ നൽകാനാണ് നീക്കം. ഇന്ന് ഹാജരാകാനുള്ള സമൻസിന് വീണാ വിജയനും നേരത്തെ അവധി അപേക്ഷ നൽകിയിരുന്നതാണ് എന്നതുകൂടി ഓർക്കണം. ഈ നിർദ്ദേശം ED വീണാ വിജയന് നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ആർക്കണം. CMRL ഉദ്യോഗസ്ഥരും സമാനമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും നിൽക്കുന്നത്. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, വീണ ടി ആദ്യം പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാക്കാൻ കഴിയില്ല, ED സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ CMRL ഉദ്യോഗസ്ഥരും അതേ നീക്കത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? ഹരി, ഇക്കാര്യത്തിൽ എക്സാലോജിക്ക മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLനെ നേരത്തെ തന്നെ ചില ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്, വിഭിന്നമാണ്, ഗുരുതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീണാ വിജയനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിനെ ഒരു പ്രതിരോധം എന്ന രീതിയിൽ, ഇതൊരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ വീണാ വിജയൻ അവധി അപേക്ഷ നൽകിയത്. ഇന്ന് രാവിലെ ആണ് ഹാജരാകേണ്ടത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിനോട് ഏത് ദിവസം ഇനി വരണം എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും EDയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവധി അപേക്ഷ സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ ഹാജരാകുമ്പോൾ അങ്ങനെ 1-2 ദിവസം തവണ അവധി അപേക്ഷകൾ നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ആ പുതിയ തീയതി ഏതാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, അങ്ങനെ ഒരു മറുപടി തിരിച്ച് നൽകിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CMRL MD ശശിധരൻ കർത്തയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഹാജരാകുമ്പോൾ അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണി, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹവും അവധി അപേക്ഷ നൽകി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിനും പുതിയ തീയതി നൽകിയിട്ടില്ല. ഏതായാലും ED പ്രതീക്ഷിക്കുന്നത് ഇത് ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഈ ദിവസങ്ങളിലാണ് മറ്റുള്ളവരോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ശരണസ്കാർത്ത് ചൊവ്വാഴ്ച ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു CMRL ഉന്നത ഉദ്യോഗസ്ഥരായ 2-3 പേർ കൂടി ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും ഇനിയും അവധി അപേക്ഷയോ അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചോ എല്ലാം തന്നെ വളരെ കൃത്യമായി അപേക്ഷകൾ വരാനുള്ളൊരു സാധ്യത ED കാണുന്നുണ്ട്. ഏതായാലും ഇവർക്കാർക്കും ഇനി എന്ന് ഹാജരാകണമെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പുതിയ തീയതി നൽകിയിട്ടില്ല എന്നതാണ്. EDയും വളരെ കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. ഇവർക്കുള്ള ഇപ്പോഴത്തെ ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ അവധി അപേക്ഷകൾ നൽകുന്നത്. ആരോഗ്യ കാരണങ്ങൾ സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കാം. ഇനി ഈ ഘട്ടത്തിൽ അടുത്ത തീയതികൾ അറിയിക്കുമ്പോൾ അതിൽ ഇവർക്ക് കൂടി അനുകൂലമായ 2-3 തീയതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തിരഞ്ഞെടുത്ത് പോകാവുന്ന രീതിയുമെല്ലാം തന്നെ ED നിഷ്കർഷിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ന് വീണ വിജയൻ ഹാജരാകില്ല എന്നത് ഉറപ്പാണ്. പുതിയ തീയതി അവർക്ക് നൽകിയിട്ടില്ല. CMRL MD അവധി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് ED മുന്നിൽ കാണുന്നത്. പുതിയ തീയതികൾ നൽകുന്നത് ഇനി ഇവരുടെ ഈ ദിവസങ്ങളിലുള്ള അവരുടെ അവധി അപേക്ഷകൾ കൂടി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് നൽകാം, അതുകൂടി ഒന്ന് വിലയിരുത്താം എന്ന രീതിയിലാണ് ED ഉള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്, ഒരു സംശയവുമില്ല. ഹരി. യെസ്, EDയുടെ നീക്കങ്ങൾ വളരെ സുപ്രധാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ CMRL MD ആയ ശശിധരൻ കർത്തയും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ EDയുടെ തന്നെ മറ്റൊരു സമൻസ് അയക്കും. അതിൻ്റെ തീയതി എന്താണെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇന്ന് വീണ T ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നെന്തായാലും വീണ ഹാജരാകില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുമ്പോൾ മെമ്മറി കാർഡ് വിവാദത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുമ്പ് 2 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നൊരു സാഹചര്യമുണ്ട്. ഡാനിയുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, 2 ജഡ്ജിമാർ മാറിയതാണ്. അതിനുശേഷം 3ാമത്തെ ജഡ്ജിയായ ജസ്റ്റിസ് DS ഡയസിന്റെ ബെഞ്ചായിരിക്കും ഇന്ന് കേൾക്കുക. എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്? ഹരി, ഈ കേസിൽ നേരത്തെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം. തനിക്ക് ഒരു സ്വാഭാവിക നീതി ലഭിച്ചിട്ടില്ല. കാരണം ഇത്തരം ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ അടക്കമുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതടക്കം ഈ അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് അവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. പക്ഷേ അതിലൊരു കൃത്യമായ ഒരു ഉത്തരവോ കൃത്യമായ ഒരു അന്വേഷണമോ ഈ ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല എന്നതാണ് ഇവരുടെ ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുനരന്വേഷണം അടക്കം സാധ്യമാകണമെന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിയിൽ ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിലെല്ലാം തന്നെ ഒരു വിധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും അതോടൊപ്പം അതിനെ അപ്പീൽ നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കീഴ്ക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റെങ്കിലും അപ്പീൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഈ ഒരു കേസിൻ്റെ കാര്യം പ്രത്യേകം. കാരണം അതെല്ലാം ഹാഷ് വാല്യൂ മാറി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിരുന്നു, അന്വേഷണത്തിലെല്ലാം തന്നെ വന്നിരുന്നു. അതും കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ, കോടതി അതൊരു തെളിവായി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതൊരിക്കലും മൊബൈൽ ഫോണിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെടുമ്പോൾ അതെല്ലാം അതിനിടയിൽ സംഭവിച്ചു എന്നതാണ് അത്യന്തം ഗൗരവതരവും ഗുരുതരവുമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇതിലാണ് ഇവർ അന്വേഷണം ആവശ്യപ്പെടുന്നത്. കാരണം തനിക്കുള്ള ഒരു മൗലികാവകാശങ്ങളുടെ ഒരു ലംഘനമാണ് ഇത്തരം കാര്യങ്ങളിൽ നടന്നിരിക്കുന്നത്. ഒരു ഇര എന്ന രീതിയിൽ, ഒരു അതിജീവിത എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് കൂടി കുറേ അവകാശങ്ങളുണ്ട്. അത് നടപ്പാക്കി കിട്ടിയിട്ടില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിൽ അവരുടേതായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് വരികയാണ്. ഏതായാലും അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കോടതി കേസ് കേൾക്കും. കൂടുതൽ വാദങ്ങൾ, ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറയുവാനുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് സമർപ്പിക്കാനുണ്ടോ, രേഖകളായി സമർപ്പിക്കാനുണ്ടോ എന്നതടക്കം കോടതി വിശദാംശങ്ങൾ ആരായുകയും ചെയ്യും. എന്തായാലും ഈ കേസിൽ വളരെ പ്രധാനമാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇത് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനേക്കാൾ ഗൗരവ
ഗൗരവതരമെന്ന് പറയുന്നത് കോടതിയിലുള്ള തെളിവുകൾ അതടക്കം പരിശോധനയിലേക്ക് ഒരു അനുമതിയുമില്ലാതെ ചിലർ ചേർന്ന് പരിശോധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയി എന്നാണ് ഇതിൽ ഗുരുതരമായ ആക്ഷേപമുള്ളത്. അത് അതീവ ഗൗരവതരമാണ്. എന്തായാലും കോടതി ഈ അപേക്ഷ അതിജീവിതയുടെ അപേക്ഷയിൽ എന്താണ് തുടർ നീക്കം എന്നുള്ളത് ഈ കേസിനെ നിരീക്ഷിക്കുന്നവർക്കെല്ലാം തന്നെയും കാത്തിരിക്കുകയാണ്. എന്താണ് ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് അടുത്ത നീക്കമെന്നത്. യെസ്, വ്യക്തമാണ്. എന്തായാലും അതിജിയുടെ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. മൂന്നാമത്തെ ജഡ്ജിയാണ് കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി അമ്മ സംഘടനയും അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും കുറച്ചധികം നാളുകളായിട്ട് വാർത്തകൾ നിൽക്കുകയാണ്. അതിൽ അമ്മ അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി നടി അൻസിബ. നോട്ടീസിൽ വ്യക്തതക്കുറവുണ്ടെന്നും താൻ ചെയ്ത നിയമലംഘനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിനി ടോമിനെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും സ്വീകരിച്ച നിയമ നടപടി വ്യക്തിപരമാണെന്നും അൻസിബ മറുപടിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ അൻസിബയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടായേക്കാനാണ് സാധ്യത. അൻസിബയുടെ മറുപടിയിൽ അമ്മ എടുക്കുന്ന നിലപാടും വളരെയധികം നിർണായകമായിരിക്കും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ഇന്നും തുടരുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. രാത്രി 8-ന് കളക്ടറേറ്റിലാകും തുടർ ചർച്ച നടക്കുക. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമമെന്നും ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. 40 തവണ ചർച്ച നടത്തിയാലും നല്ല പരിഹാരമാണ് ലക്ഷ്യമെന്നും റോജി എം ജോൺ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുക. തിരുവനന്തപുരത്ത് ആതിര ജയസിന്റെ 24ാമത്തെ പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി കൺമണി, ആരോമൽ എന്നിവരാണ് ആതിരയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത്. ആതിര, ഹാപ്പി ബർത്ത്ഡേ. ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആദർശും കമലയ്ക്കും ആശംസകൾ അറിയിക്കുകയാണ്. കരകുളത്താണ് ഇരുവരും ഉള്ളത്. അവരുടെ ആദ്യത്തെ വിവാഹ വാർഷിക ദിവസം കൂടിയാണ് ഇന്ന് ആദർശിനും കമലയ്ക്കും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിഫ ലോകകപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. 7:30 കഴിഞ്ഞു. മത്സരം തുടങ്ങി. രണ്ടാമത്തെ മത്സരവും തുടങ്ങി. സൗത്ത് കൊറിയയും ചെക്കിയും തമ്മിലുള്ള മത്സരവും ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം എൽദോ പോൾ പുതുശ്ശേരി ചേരും ഫിഫ ലോകകപ്പ് സമഗ്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. രാവിലെ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.